हमारा देश का फेमस कचौरी है। आओ 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 एक चाहिए। നോർത്ത് ഇന്ത്യ വന്നിട്ട് വല്ല മേടിച്ച് കഴിച്ചാലോ? തോണ്ടാ കച്ചൂരി. കൈയിട്ടൊക്കെ ഇട്ട് ഇളക്കുന്നതാ. എടാ ഇങ്ങനെ എടുക്കുന്നതിനെ വെളിയിൽ പോവാണല്ലോ. ഇങ്ങനെ വലിയ സ്പൂൺ ഉപയോഗിച്ചൂടെ? तुमको चाहिए? साला मद्रासी കച്ചോരി. എടാ കച്ചോരിയും കുച്ചോരിയും ഒന്നും ഇനി വേണ്ട. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ചായ അങ്ങ് പോയി കുടിച്ചാലോ? നല്ല തീരുമാനം. അങ്ങനെയാണെങ്കിലേ ബിൽഗേറ്റ്സ് കുടിച്ച ചായ ഉണ്ട്, നമുക്ക് അത് കുടിച്ചാലോ? അത് കുടിക്കാം. ഈ നാരി നക്കിയ ചായ വേണം നമ്മൾ കുടിക്കാൻ. എടാ ബിൽഗേറ്റ്സ് ഒക്കെ കുടിച്ച ചായടാ. ബിൽഗേറ്റ്സ് ആയിരുന്നു എന്റെ അച്ഛനോ? അല്ല, നീ അവന്റെ ചായ നോക്കിക്കൊണ്ടിരിക്കടാ അവിടെ. ഭായി एक लाइम सोडा। एक है ना? ठीक है भाई। भाई चलो। भाई क्या डाला अंदर? चाट मसाला, चाट मसाला। दूसरा एक जूस चाहिए। ठीक है ठीक है। भाई ले लो। എടാ കാല ഇതിന്റെ അകത്തിലിട്ടോടാ ചാട്ട് മസാല. നിന്നോട് ജ്യൂസ് അല്ലേടാ ഞാൻ ചോദിച്ചേ? भाई इधर सभी सामान में चाट मसाला डालता है। नॉर्मल पानी है ना, उसमें भी चाट मसाला है। हाँ भैया ये फ्रेम सेट है, सेट सेट। ഓ ഖാൻ സാർ എന്തിനാ ഇത്ര നേരത്തെ വന്ന? 12 മണി ആയിട്ടേ ഉള്ളൂ ഉച്ചയ്ക്ക്. 2 മണിക്ക് വന്നാ പോരായിരുന്നോ? हाँ भैया फट शॉट, फट शॉट। ओके ओके परफेक्ट शॉट. आज का शॉट पूरा हो गया. ओके बाय. താങ്ക് യു. പോയിട്ടെ IPL കളിക്കാനുള്ള മാത്രല്ല അമ്പായുടെ വീട്ടിൽ പോയിട്ട് സാർ ഒരു 4 സീനൂടെ കഴിഞ്ഞ് ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. എടോ ഇപ്പം തന്നെ 4 മണിയായി. 4 സീൻ എന്ന് പറയുമ്പോ രാവിലെ ആവത്തില്ലടോ. അല്ല സാറേ, ഈ പ്രൊഡ്യൂസറിന് ക്യാഷിന് ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നേ, എന്നിട്ട് പെട്ടെന്ന് തീർക്കണമായിരുന്നു. എടാ ഇന്നലെ രാവിലെ 6 മണിക്ക് വന്ന ഇപ്പൊ 4 മണിയാവുന്നു. ഉറങ്ങാനെങ്കിലും ഒരു 5 മിനിറ്റ് താടോ. അടുത്ത സീനില് മേക്കപ്പ് ഇടുമ്പം ഒരു 5 മിനിറ്റ് കിട്ടും. ഉറങ്ങിക്കോ. അയ്യോ ഇപ്പഴേ തളരരുത്, മറ്റന്നാളിൽ തൊട്ടേ പ്രമോഷൻ ഉണ്ട്. അപ്പൊ ഈ മേക്കപ്പ് ഇടുന്ന സമയത്ത് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. 10 ദിവസം കൊണ്ടൊരു ബിഗ് ബഡ്ജറ്റ് പണം എടുക്കുന്ന വേറൊരു ഇൻഡസ്ട്രി ഈ ലോകത്ത് കാണത്തില്ല കേട്ടോ. അടുത്ത ആഴ്ച അമ്മയുടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. പ്രാക്ടീസിനൊന്നും സമയം കാണത്തില്ല. സ്റ്റേജിൽ കയറുക, ഡാൻസ് കളിക്കുക. नेक्स्ट आदमी मैं झारखंड MLA। झारखंड MLA ठीक है। खड़ो चलो। जा किधर से? उत्तर प्रदेश। आज से हमारा पार्टी जय जय। पार्टी आज नहीं जरूर चंडीगढ़। मैं बिहार से MLA। ഭായ് ഇനി 4 സംസ്ഥാനങ്ങൾ കിട്ടിയാലേ നമുക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, നല്ലൊരു കാശ് എറിഞ്ഞിട്ടേ 4 സംസ്ഥാനത്തെ MP-മാരെ ഇനി വിലക്ക് വാങ്ങും. ഞാൻ അദാനിനെ വിളിക്കട്ടെ. ഹലോ അദാനി. ഞങ്ങള് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി. അപ്പം സാർ ഒരു പരാതി ഉണ്ടായിരുന്നു. പറഞ്ഞു. PSC എഴുതിയായിരുന്നു, റാങ്ക് ലിസ്റ്റ് പേരുണ്ട്, ഇതുവരെ ജോലി ആയില്ല. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് തരണം. നല്ലതായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. PG വരെ പഠിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിലുണ്ട്. 5 റാങ്ക് ലിസ്റ്റിലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ സെക്രട്ടേറിയറ്റ് വരാന്തം ഉണ്ടോ അവിടെ കുറച്ചു നേരം കുറച്ച് സമരം ചെയ്യും. ഒരു 5-6 വർഷത്തിനുള്ളിൽ സെറ്റാക്കി തരാം. അല്ല ഇപ്പൊ തന്നെ 10 വർഷമായി. ഒരു 10 വർഷം കൂടെ വെയിറ്റ് ചെയ്യുന്നേ. ചെല്ല് 10 വർഷം കൂടെ നമുക്ക് സെറ്റ് ആക്കാവുന്നേ. അപ്പൊ നമ്മൾ എന്തായാലും പറയാ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി. അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നീ എന്തിനാ ഇവിടെ വന്നത്? സാറേ എനിക്കൊരു ജോലി വേണമായിരുന്നു. ജോലി വേണമായിരുന്നു. നിനക്ക് PSC റാങ്ക് ലിസ്റ്റിലുണ്ടോ? നീ അതെന്തുവാ? അതറിയത്തില്ല നിനക്ക്? പഠിപ്പുണ്ടോ നിനക്ക്? പഠിപ്പുമില്ല. പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പാർട്ടിക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റും ചെടിച്ചട്ടിയും വെച്ചിട്ട് തലയടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. മതി, നീയാണ് ഇനി സ്ഥലത്തെ പ്രധാന SI. അയ്യോ അത്രക്കുള്ള തലച്ചോറൊന്നും ഇരിക്കില്ല. അത് വേണോന്നില്ല. നീ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടോ? എന്നാ നിനക്ക് ജോലി ഉറപ്പാ. അപ്പൊ ഇപ്പം തന്നെ നീ പോയി ജോയിൻ ചെയ്തോ. ചെല്ല്. അതുവഴി അല്ലടാ, ബാക്കിക്കൂടെ പിൻവാതില. ആരും കാണല്ലേ? ആരും കാണാതെ പോണേ. പോയി ഇന്ന് തന്നെ ജോലി ചെയ്യണം കേട്ടോ. കോപ്പ് കുറെ നേരം ഇവിടെ വെക്കാൻ തുടങ്ങിയിട്ട് ആ മൈത്താണ്ടി ഇപ്പോഴാണ് വരുവോ? മൈക്കോണോ? അപ്പൊ യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാരും എഴുന്നേറ്റിരുന്നോ?
ജനഗണ മംഗളദായക ജയ ഹേ. Come on, everybody, come on. ജനഗണ അയ്യോ വേണ്ട സാർ നമുക്ക് CD ഇടാം. എന്നെയോ? അല്ല അരിതാ നേരുടെ. മറ്റേ പാട്ട്. അപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടാം. ആ. ജനമനസ്സിൽ ഓടിയെത്തും നമ്മുടെ സ്വന്തം രാജീവ് ഗാന്ധി, തിരുമനസ്സിൽ ഓടിയെത്തും നമ്മുടെ സ്വന്തം രാജീവ് ഗാന്ധി. ഞാൻ ഒരു വേരിഫിക്കേഷന്റെ ഭാഗമായിട്ട് വന്ന ചേട്ടന്റെ പേരെന്നാ? രാജീവ് രാജ്പൂത്. എവിടെ വീട്? കാണുന്ന കുടില് കണ്ടോ? അതാ എന്റെ വീട്. അയ്യോ ഇത്രയും ചെറിയ വീടോ? ഇപ്പൊ എവിടെ പോവാ? 15 കിലോമീറ്റർ അപ്പുറത്തെ കൃഷി സ്ഥലം ഉണ്ട് ചേട്ടാ. അവിടെ പണിക്ക് പോവാ. ബൈക്കിലായിരിക്കും വന്നല്ലേ? നടന്നാ പോകുന്നേ. നിങ്ങളുടെ മാലിക്കിന്റെ പേരെന്തുവാ? മാലിക്കോ? മാലിക്കേ ഞാൻ തന്നെ ചേട്ടാ. അതെല്ലാം എന്റെ സ്ഥലമാണ്. ഈ 15 കിലോമീറ്റർ ഫുള്ള് എന്റെ സ്ഥലം തന്നെ. അതുകൊണ്ട് അവിടെ കുറെ കൊച്ചുങ്ങൾ കളിക്കുന്ന അനിയന്മാരായിരിക്കും അല്ലയോ? മേരെ ബേട്ടായ എന്റെ പിള്ളേരാ. ഇതോ? അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. അപ്പൊ എത്ര പിള്ളേരുണ്ട്? 5-6 പിള്ളേര്. അപ്പൊ ഇത് തന്നെ കൃഷി അല്ലയോ? ചേട്ടാ ഞാനേ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ചില തിരക്കായിരുന്നു, എന്നാലും ചോദിച്ചോ. ചേട്ടന്റെ വീട് ഏതായിരുന്നു? ഇതോ ആ കാണുന്ന 3 നിലയാണ് എന്റെ വീട്. ഓ അതോ, അപ്പൊ നല്ല ആസ്തി കാണുമല്ലോ. എല്ലാ EMI ലോണും വേണമെന്ന് വീടൊക്കെ നമ്മൾ സെറ്റ് ആക്കിയതുകൊണ്ട്. അപ്പം EMI അടയ്ക്കാൻ നല്ല ജോലിയൊക്കെ കാണും. എവിടുന്ന്? അച്ഛനൊരു മാടക്കടയുണ്ട്. അപ്പൊ ചേട്ടനായിരിക്കും അത് നോക്കുന്നേ. നോ 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 നോ, ഞാൻ അവിടെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, അവര് മാനേജ് ചെയ്യുകയല്ല. അപ്പൊ ചേട്ടനെന്ത് ജോലി? നമുക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ 500 രൂപ പെട്രോൾ അടിക്കുക, ഈ ബൈക്ക് എടുക്കുക, ഒന്ന് കറങ്ങുക, ഇതൊക്കെ തന്നെ നമ്മുടെ ജോലി. അല്ലേട്ടാ മുടിയൊക്കെ നരച്ച് കെട്ടണ്ടായോ? എനിക്ക് അതിന് കല്യാണപ്രായം ആയില്ലെന്ന്, 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. എനിക്ക് കുറെ കറങ്ങാനും എടുക്കാനും ഒക്കെ ഉണ്ട്.